ഹലോ ഓൾ, ഞാൻ ഹരിശങ്കർ. യു ആർ വാച്ചിങ് ഹരീസ് വിഷൻ. SSC റെയിൽവേ എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഈ വീഡിയോയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓർത്തിരിക്കാനുള്ള സിമ്പിൾ ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാ? പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. പറയാൻ വേണ്ടിയിട്ട് 6 മാത്രം, പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 മുതൽ 35 വരെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഒരാൾ ഈ എല്ലാ ആർട്ടിക്കിളും സീക്വൻസിൽ എങ്ങനെ ഓർത്തു വയ്ക്കും? ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലോ റിമൂവ്സ് ഡൗട്ട് ആൻഡ് ഗീവ്സ് 6 ഫ്രീഡംസ് ബൈ വിച്ച് വി സോ MRP ക്ലിയർലി. നിയമം ഡൗട്ട് മാറ്റുന്നു, അങ്ങനെ 6 ഫ്രീഡം കൊടുക്കുന്നു, നമുക്ക് MRP ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതേ ഓർഡറിൽ ആർട്ടിക്കിൾ 14 മുതൽ 24 വരെ ഓർത്തിരിക്കാമെന്ന് നോക്കാം. സോ ആദ്യത്തെ പാർട്ടാണ് ലോ റിമൂവ്സ് ഡൗട്ട് ആൻഡ് ഗീവ്സ് 6 ഫ്രീഡം. ഈ പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ആർട്ടിക്കിൾസ് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലെ ഈ ലോ കൊണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോയിലെ ലോ, ഈ ഡൗട്ടിലെ D ഫോർ ഡിസ്ക്രിമിനേഷൻ, O ഫോർ ഓപ്പർച്യൂണിറ്റി, U ഫോർ അൺടച്ചബിലിറ്റി, T ഫോർ ടൈറ്റിൽസ്. അങ്ങനെ ആർട്ടിക്കിൾസ് 14, 15, 16, 17, 18 ക്ലിയറായി. അതിനുശേഷം ഇതിൽ 6 ഫ്രീഡത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 19 ആ ഒരു 6 ഫ്രീഡമാണ്. അത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത പാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഓർക്കാനായിട്ട് പോകുന്നത്. അതിൽ സോ MRP, സോയിലെ S ഫോർ സ്പീച്ച്, A ഫോർ അസംബിൾ, U for union, M for move, R for reside, P for profession. അങ്ങനെ ആർട്ടിക്കിൾ 19 നമുക്ക് ക്ലിയറായി. ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാക്കി പാർട്ടായ ക്ലിയർലി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓർക്കാമെന്ന് നോക്കാം. ക്ലിയർലിയിലെ C ഫോർ കൺവെക്ഷൻ, L ഫോർ ലൈഫ് ഓർ ലിബർട്ടി, E ഫോർ എഡ്യൂക്കേഷൻ, A ഫോർ അറസ്റ്റ്, അല്ലെ AR ഉപയോഗിക്കാം. AR ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ്. അടുത്ത ലാസ്റ്റ് വരുന്ന L ഉപയോഗിച്ചുകൊണ്ട് ലേബർ. അതിലാദ്യം ഹ്യൂമൻ്റെ കാര്യം, രണ്ടാമത്തത് ചിൽഡ്രൻ്റെ കാര്യം. ആർട്ടിക്കിൾ 14 മുതൽ 24 വരെ നമ്മൾ ആ സീക്വൻസിൽ തന്നെ ഓർക്കാൻ പഠിച്ചു. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഈ വീഡിയോ നിങ്ങളുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ടോ പ്രോബ്ലമോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. See you in next video. Till then, bye bye.